പോഞ്ഞാശ്ശേരി റോഡിൽ വാരിക്കാട് വെങ്ങോല ഭാഗത്തെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. കോടിക്കണക്കിന് രൂപയാണ് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത്. പുനർനിർമ്മാണം തടസ്സപ്പെട്ട വാരിക്കാട് മുതൽ വെങ്ങോല വരെയുള്ള 2 കിലോമീറ്റർ ദൂരം നവീകരണം അനിശ്ചിതത്വത്തിലായിട്ട് കാലങ്ങളായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പദ്ധതിക്ക് 3 കോടി രൂപ അനുവദിച്ച് പ്രഖ്യാപനമുണ്ടാവുകയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. റോഡ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന ബോർഡുകൾ വെച്ചതല്ലാതെ ഒരു പണിയും ഇതുവരെ നടന്നിട്ടില്ല. അപകടങ്ങൾ പതിവായി നടക്കുന്ന ഈ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ തീർത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ടു പോകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. ഇത് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡാണ്. പെരുമ്പാവൂർ പട്ടണത്തിൽ അനുഭവപ്പെടുന്ന വൻ തിരക്ക് ഒഴിവാക്കാൻ മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ, കൂത്താട്ടുകുളം, കോട്ടയം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആലുവയിലേക്ക് പോകാനുള്ളൊരു ബൈപ്പാസ് റോഡായിട്ടാണ് ഈ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിനെ നമ്മൾ കണക്കാക്കുന്നത്. മണ്ണൂർ ഈ റോഡ് ആരംഭിക്കുന്ന MC റോഡിൽ നിന്നാണ്, മെയിൻ സെൻട്രൽ റോഡ്. ഈ റോഡ് അവസാനിക്കുന്ന പെരുമ്പാവൂർ നിന്ന് വരുന്ന AM റോഡ്, പോഞ്ഞാശ്ശേരിയിലെ AM റോഡിലാണ് ഈ റോഡ് സമാപിക്കുന്നത്. മണ്ണൂർ മുതൽ പോഞ്ഞാശ്ശേരി വരെ ഈ റോഡിൻ്റെ നീളം 12 കിലോമീറ്ററാണ്. 2016 മുതൽ 21 വരെ സംസ്ഥാനത്ത് നിലനിന്ന സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ G. സുധാകരൻ 6-7 വർഷങ്ങൾക്ക് മുമ്പ് വെങ്ങോല ജംഗ്ഷനിൽ ഒരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. കിഫ്ബിയാണ് ഈ റോഡ് നവീകരിക്കുന്നതെന്നാണ് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. 12 കിലോമീറ്റർ റോഡിന് വേണ്ടി അന്ന് പ്രഖ്യാപിച്ചത് 24 കോടി രൂപയാണ്. എന്ന് പറയുമ്പോൾ 1 കിലോമീറ്ററിന് 2 കോടി എന്നുള്ള കണക്ക് വരും. പിന്നീട് തുടർന്ന് 5-6 വർഷക്കാലം നീണ്ടു നിന്ന നിയമ പോരാട്ടങ്ങളും അതുപോലുള്ള മറ്റ് നടപടിക്രമങ്ങളുമൊക്കെ ആയിട്ട് ഏതാണ്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റോഡ് വീണ്ടും ഇന്നീ കാണുന്ന തരത്തിൽ പുനഃക്രമീകരിച്ചത്. ഈ 12 കിലോമീറ്റർ റോഡ് നവീകരിക്കുമ്പോൾ ഇതിനകത്ത് വാരിക്കാട് മുതൽ വെങ്ങോല വരെയുള്ള 2 കിലോമീറ്റർ ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ വിട്ടുപോയി. വാസ്തവത്തിൽ വാരിക്കാട് നിന്നാണ് പെരുമ്പാവൂർ ഡിവിഷൻ ഈ PWD ആരംഭിക്കുന്നത്. വാരിക്കാടിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് കുറുപ്പംപടി ഡിവിഷനിലേക്ക് വരും. അപ്പോൾ അന്നത്തെ ഉദ്ഘാടന ദിനത്തിൽ തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചോദിച്ചു, എന്താണ് വാരിക്കാട് മുതൽ വെങ്ങോല വരെയുള്ള 2 കിലോമീറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നൊരു മറുപടി, കിഫ്ബിയുടെ മാനുവൽ ക്രമം അനുസരിച്ച് വരുന്ന വീതി ഈ പ്രദേശത്തിനില്ല എന്നാണ് അവർ അന്ന് പറഞ്ഞത്. അതേസമയം തന്നെ വെങ്ങോലയിൽ നിന്ന് പോഞ്ഞാശ്ശേരി വരെ നീളുന്ന കനാൽ ബണ്ട്, പെരിയാർവാനി കനാൽ ബണ്ട് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രദേശത്ത് ഇതിനേക്കാൾ വീതി കുറഞ്ഞ പ്രദേശമാണ്. അവിടെ എന്തുകൊണ്ട് PWD കിഫ്ബി മാനുവൽ ബാധകമായില്ല എന്ന ചോദ്യത്തിന് അധികൃതർ അന്ന് പറഞ്ഞത് ബ എന്നാണ്. അപ്പോൾ ഇവിടെ ന്യായമായും നമുക്കൊരു സംശയം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 2016 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിന് 3 കോടി രൂപ അനുവദിച്ചു എന്നാണ് പറഞ്ഞത്. വീണ്ടും ആദ്യം 2 കോടി അനുവദിച്ചു, അത് ടാറിങ്ങിന് മാത്രമായിരുന്നു. പക്ഷേ അതുകൊണ്ട് പരിപാടി തീരില്ല, അതുകൊണ്ട് വീണ്ടും 1 കോടി കൂടി അനുവദിച്ചു എന്ന് പറഞ്ഞു. അതും നമ്മുടെ ബഹുമാനപ്പെട്ട PWD മന്ത്രി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും അപ്പോൾ ഇവിടെ ന്യായമായി നമുക്ക് വരുന്നൊരു സംശയം എന്താ വെച്ചാൽ, ഈ വാരിക്കാട് മുതൽ വെങ്ങോല വരെ ഉള്ള പ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങളൊക്കെ ഇവിടുത്തെ കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ അനധികൃതമായി താമസിക്കുന്നവരാണോ എന്നൊരു സംശയമുണ്ട്. ഞങ്ങളൊന്നും കൊടുക്കുന്ന ടാക്സ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഖജനാവിലേക്ക് എത്തുന്നില്ല എന്നൊരു സംശയമുണ്ട്. ഇത് വല്ലാത്ത ഒരു വിവേചനമാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് പൊടിശല്യം, കടുത്ത വേനലാണ്, പൊടിശല്യം രൂക്ഷമാണ്. ഈ 2 കിലോമീറ്ററിനകത്ത് നിരന്തരം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളിനകത്ത് വരുന്ന 2 വീലറിൽ വരുന്ന പിള്ളേർ, ഈ ന്യൂജൻ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്കവാറും ഒരു ദിവസം 5-6 2 വീലറാണ് അപകടത്തിൽപ്പെടുന്നത്. ഇത് അടിയന്തരമായി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. അതിന് തയ്യാറായില്ലെങ്കിൽ നിയമ നടപടി ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ ഈ നാട്ടുകാർ
വലിയ താമസമില്ലാതെ രംഗത്തിറങ്ങുമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവരും ഈ റോഡിൻ്റെ നവീകരണം ഏറ്റെടുക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ തന്നെ ഒരു 10 വർഷത്തിനുള്ളിൽ ഈ റോഡിന് ചിലവാക്കിയ കണക്കെത്ര എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം സർക്കാരിന് കഴിയുന്നില്ല, PWDക്ക് കഴിയുന്നില്ല, കിഫ്ബിക്ക് കഴിയുന്നില്ല. ഞങ്ങൾ പാഴൂർ പടിപ്പുരയോ അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് വേണം ഇപ്പോൾ ഇതിനുവേണ്ടി ചിലവായ തുക എത്രയെന്നറിയാൻ. എന്തായാലും നാട് നീള വികസന പ്രവർത്തനങ്ങൾ എന്ന് കൊട്ടിഘോഷിക്കുന്ന സർക്കാർ ഈ ഒരു ഗ്രാമപ്രദേശത്ത് പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ ഒരു വെങ്ങോല എന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഈ ദുരന്ത യാത്ര ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞങ്ങളെ ഓടിച്ചെന്ന ഈ റോഡിൽ നിന്ന് പിള്ളേരെ പിടിച്ചേൽപ്പിക്കുന്നത് ഞങ്ങൾക്ക് കാണേണ്ടത്. നിങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ആൾക്കാർ വീടാറുണ്ട്. ഞങ്ങൾ എന്ന് പിടിച്ചേൽപ്പിക്കുകയോ ഞാൻ മോഹനൊക്കെ പോയി പിടിച്ചേൽപ്പിക്കുകയോ ചെയ്യണത്. ഇത് ഇങ്ങനെ എത്ര വേണം നന്നാക്കി തന്നില്ലെങ്കിൽ ഇതിലൊരു വണ്ടി പോലും ഞങ്ങൾ ഓടിക്കൂല. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇവിടെ ഒത്തിരി വണ്ടികളൊക്കെ റോഡ് പോകുന്നുണ്ട്. ഈ ഭാഗത്ത് എത്രയോ 2 വീലറുകാർ വേണ്ട കൈ ഒടിഞ്ഞു പോയ ആൾക്കാരുണ്ട്, മുട്ട് പൊട്ടിയ ആൾക്കാരുണ്ട്. ഞങ്ങൾ പിടിച്ചെടുപ്പിക്കുക, വെള്ളം കൊടുത്ത് വിടുക, ഇത് മാത്രമുള്ളൂ. ഈ റോഡിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഒന്നുമില്ല. എനിക്കൊരു ചെറിയ കട ഇവിടെ ഉണ്ട്. ഈ കടയുടെ ഫ്രണ്ടിലായതുകൊണ്ട് എനിക്കിത് ഓടിപ്പോയി എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇവരെടുക്കുക, വെള്ളം കൊടുക്കുക. കൈ ഒടിഞ്ഞ ആൾക്കാർ വരെ ഉണ്ട് ഇവിടെ, കാലൊടിഞ്ഞ ആൾക്കാരുണ്ട്. ഡെയിലി ഇങ്ങനെ അപകടം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കിയാൽ അപകടങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കൂടുകയുള്ളൂ. മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ തിരിഞ്ഞു നോക്കി റോഡ് നന്നാക്കണമെന്നാണ് പറയാനുള്ളത്. വെങ്ങോല പൂനൂർ അമ്പലപ്പടി ജംഗ്ഷൻ്റെ ഭാഗത്ത് 2 വശവും കട്ട വിരിച്ച് നിർത്തിയേക്കാണ്. നടുഭാഗം ഒരു 10 അടി നീളത്തിന് കട്ട വിരിക്കാതെ ഇവിടെ ടാർ ചെയ്ത് ഇട്ടും പോവും. 3 ദിവസം കഴിയുമ്പോൾ ടാറ് പൊളിഞ്ഞു പോവും. ഇവിടെ ഓട്ടോറിക്ഷക്കാരും വണ്ടിക്കാരും വന്ന് വീണ് ഞങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുപോകണം. എത്രയോ നിവൃത്തി പ്രവർത്തനം കാലം ഇതൊന്ന് നന്നാക്കി തരാൻ ആവർത്തിക്കുകയാണ്. റോഡ് പല തവണ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തെ MLA വകുപ്പ് മന്ത്രിയും ഒക്കെ കൂടി 2 സൈഡും ഉദ്ഘാടനം ചെയ്തതിൽ മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു പരിപാടിയും നടക്കണില്ല. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.